പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ അവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്നുള്ളത്? സ്വന്തം മക്കള് എന്ത് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും തോന്നും. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് അത് തോന്നും. നമ്മളെല്ലാം നമ്മുടെ മക്കൾ എപ്പോഴും എന്താ നന്നായിരിക്കണം, അവരെപ്പോഴും നല്ലതായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ നല്ലതായി ചിന്തിക്കണം. അങ്ങനെ തെറ്റായിട്ടൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല, പറ്റില്ല, ഇപ്പോഴും പറ്റുന്നില്ല. എന്നോട് നേരിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകണം, ചേട്ടാ ഷൂട്ടിന് കൊണ്ടുപോകരുത്, സ്കൂളിൽ വിടണം, അന്ന് കൊച്ചല്ലേ, അപ്പോൾ അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്തോ പറഞ്ഞ വിദ്യാഭ്യാസം പറഞ്ഞല്ലോ. ഞാനൊരു ആൽബത്തിന് വന്നപ്പോൾ അവൾക്ക് ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി. അതായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഓടി വന്നു. ചേച്ചി അതുപോലെ തന്നെ ചേച്ചി മാസം മാസം ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ദുബായിലോട്ടൊക്കെ പോകുന്നുണ്ട്. അത് എന്തിനാണ് അതൊക്കെ തിരക്കണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ ഇവിടെ എയർപോർട്ടിനകത്തിരിക്കുന്നവരൊക്കെ ബുദ്ധിയുള്ളവരല്ലേ, അവർ വെറുതെ എന്നെ കടത്തി വിടുവോ? ഈ പെട്ടിയും പ്രമാണവും എല്ലാം സ്കാൻ ചെയ്തിട്ടില്ലേ കയറ്റി വിടുന്നത്? തീർത്താത്ത പറയട്ടെ, തീർത്താത്ത പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, പറയുന്നവർ പറയട്ടെ. അവിടെ അമ്മച്ചിയാ ട്രക്ക് മാഫിയുടെ ഭയങ്കര ചേഞ്ച് ആണല്ലേ മൊറോക്കോ പാർട്ടി ചെയ്തേ. സൂപ്പറാണ്. നമ്മളൊരു കുഞ്ഞു കുട്ടി എങ്ങനെ കുളിപ്പിക്കുന്നത് അതുപോലെ അവിടുത്തെ നേപ്പാളി പെണ്ണുങ്ങളല്ല, ഗേൾസാണ് നമ്മളെ മൊറോക്കോ പാർട്ടി ചെയ്യുന്നത്. ആയുർവേദം തെറ്റിദ്ധരിക്കണ്ട, ആയുർവേദ ഒക്കെ നമുക്ക് മസാജൊക്കെ ചെയ്ത് നല്ല നെയിലാർട്ടൊക്കെ ചെയ്തല്ലോ വീണ്ടും. അത് പ്രോസസ് ചെയ്ത് ചെയ്തു. ഏതാ അവസാനം വരെ കല്യാണം കഴിക്കാതെ വളർത്തിയിട്ട് അവസാനം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് ചേട്ടൊക്കെ ഒന്നും എനിക്ക് ചെയ്ത് പറ്റില്ല. രേണുവിന് സങ്കടം വരുന്നുണ്ടോ? കണ്ണറിയുന്നുണ്ടോ? അല്ല, വീട്ടിലോട്ട് കയറുമ്പോ ഒരു പഴയ അങ്ങോട്ട് പോയപ്പോഴുള്ള ഹാപ്പിനെസ് എന്തായാലും ഉണ്ടാകത്തില്ല. അപ്പൊ വീട്ടിൽ കയറുമ്പോ ഒരുപക്ഷെ പൊട്ടിക്കരഞ്ഞേക്കോ? ഇതിനെ കുറിച്ചൊക്കെ പപ്പയുടെ അമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു? അവരുടെ സ്വഭാവം നിങ്ങൾക്കറിയില്ല, വെറും ഭാവങ്ങളാണ്. അവരെന്നെ പറയാൻ 26-ന് ശേഷം തിരിച്ചു വിളിച്ചിട്ടുണ്ടോ? 24-ന് ശേഷം വിളിച്ചിട്ടില്ല. അപ്പം പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അതിനു മുമ്പ് എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്നതല്ലേ? അതിനു മുമ്പ് എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്നതല്ലേ? രേണു ഒരുപക്ഷെ കിച്ചു അമ്മ എനിക്ക് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞ് രേണുവിൻ്റെ അടുത്തേക്ക് വന്നാൽ ചേർത്ത് പിടിക്കുമോ? ഞാൻ പറഞ്ഞില്ലേ, സുധിച്ചേട്ടൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. കിച്ചു ആണെങ്കിലും ഋതപ്പനാണെങ്കിലും രണ്ടുപേരും. ഇപ്പം ഋതപ്പം വലുതാകുമ്പോഴത്തേന് എന്തെങ്കിലും പറയുമെന്ന് നമുക്കറിയില്ല, നമുക്കറിയത്തില്ല. രേണു ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല, തള്ളി പറയത്തില്ല. രേണു മീഡിയക്ക് മുമ്പിൽ കിച്ചുവിനെ വിളിക്കുന്നതൊക്കെ ഒരു പ്രഹസനമാണെന്ന് പറയപ്പെടുന്നു. എന്താ പറയാനല്ലേ? എനിക്കൊന്നും പറയാനില്ല. കാരണം പ്രഹസനമല്ലെന്നും ഇവിടെ അറിയാവുന്നവർക്കറിയാം പ്രഹസനമല്ലെന്നും. മീഡിയ ഇല്ലാത്തപ്പോഴും വിളിക്കാറുണ്ട്. അതാ ഞാൻ ഈ പറഞ്ഞത്. ഞാൻ അന്നേരം എടുക്കും, സംസാരിക്കും. ചുറ്റുമുള്ളവർ നമ്മളെ നോക്കുന്നതോ നമ്മളെ ശ്രദ്ധിക്കും, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് പ്രഹസനമാക്കി എടുക്കുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നമ്മളെ എയർപോർട്ടിൽ നിന്ന് എടുത്ത പിന്നെ ടാറ്റുവിൻ്റെ ഇഷ്യൂ. മോനെ ടാറ്റു അടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് അതാണ് അന്യൻ്റെ കുടുംബത്തിൽ കയറി അങ്ങ് സന്തോഷിക്കാനും മെഴുകാനുമാണ് ഈ ചില റിയാക്ഷൻ നോളികൾ ബ്ലോഗർമാർക്ക് ഇഷ്ടം. തീർച്ചയായിട്ടും അവർക്ക് റീച്ചിനുമുണ്ട്, നല്ല റീച്ചല്ലേ അവർക്ക് കിട്ടും. നല്ലൊരു ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുമല്ലോ ഈ വിവാദം. രേണു ഷെയർ മാർക്കറ്റൊക്കെ ഭയങ്കര ഡൗൺ ആയി, പക്ഷേ രേണുവിൻ്റെ ഗ്രാഫ് ഭയങ്കരമായിട്ട് കയറി. സോഷ്യൽ മീഡിയയിൽ രേണു മാത്രമേ ഉള്ളൂ. എന്താണ് രേണുത്? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് ഇത് വലിയൊരു ഇതാണ്. ഇതിനെപ്പറ്റി എൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തേക്കുവാണെന്നാണ്. ഈ കിച്ചൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് മുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? അതായത് തള്ളിപ്പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പറഞ്ഞു എനിക്കറിയാം, ഞാൻ കണ്ടില്ല. അതാണ് എൻ്റെ വിഷയം. ഞാൻ ഇതൊന്നും കാണാറില്ല. കാണുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് തള്ളി പറയുന്ന പോലെയാണ് തോന്നുന്നത്, പക്ഷേ ഡയറക്റ്റായിട്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, 22 വയസ്സുള്ള കുട്ടിയാണ്. ഈ 22 വയസ്സുള്ള യുവാവാണ്. അവരിപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാറായി. അപ്പോൾ അവൻ ചെയ്യട്ടെ, അവൻ്റെ അഭിപ്രായങ്ങൾ പറയട്ടെ. എനിക്ക് എന്തായാലും മരിക്കാൻ പറ്റില്ല. എനിക്ക് 6 വയസ്സേ ഉള്ളൂ. അവന് ഒരു 18 വയസ്സ് വരെ എങ്ങനെയൊക്കെ നോക്കി വളർത്തി ഇതുപോലെ വലുതാക്കണം. കിച്ചുവിന് 11 വയസ്സുള്ളപ്പോൾ നമുക്ക്
രേണുവിന് ഏറ്റവും കൂടുതൽ വിമർശനം വന്ന ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതോടുകൂടിയും അതിൽ കുറച്ച് പിന്നെ എന്താ ആളുകളെ ആകർഷിക്കുന്ന രീതി വീഡിയോ ചെയ്തതോടുകൂടിയാണ്. അപ്പോൾ അത് ആകർഷിക്കുന്ന രീതി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ആകർഷിക്കും. ഞാൻ പറഞ്ഞു വല്ലവരോട് ഓടി എന്നെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ആരോടും പറയുന്നില്ല. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവരിപ്പോഴും വിളിക്കുന്നു. ഇപ്പോൾ ഓരോ മിനിറ്റിനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ. അങ്ങനല്ല, അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത്. അതെ അതെ അതെ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പൈസ കിട്ടുന്ന തെറ്റായിട്ട് വല്ലവർക്കും തോന്നുന്നു. ജോലി ചെയ്ത് പൈസ, എൻ്റെ ജോലി ഞാൻ ചെയ്തു, പൈസ കിട്ടും, എന്തിനാണ് തെറ്റായിട്ട് തോന്നുന്നത്? ആ ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വന്നോ? ലക്ഷങ്ങൾ ഈ മാസം വരും. ഒരു മാസം 5 ലക്ഷം രൂപ വെച്ചായോ വരുമാനം? അത് ഇപ്പം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ലക്ഷമാണോ അറിയാം, നമുക്കൊന്നും അറിയില്ല. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് കാരണം ശരിയായിട്ട്